അപ്പോൾ ഇന്നത്തെ പരിപാടി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം സമയം ശരിയല്ല. മൊത്തത്തിൽ സമയം ശരിയല്ല. അപ്പം പിന്നെ മൊബൈൽ നോക്കി 6:45 നേരെ പോയി ഒരു ചായ കുടിക്കാൻ പോയേ. അപ്പം നല്ല ചെറുതായിട്ട് തണുപ്പ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ വന്നത് ബാത്റൂമിൽ കുളിക്കാനാണ്. അപ്പോഴത്തേനും അവിടെ വെള്ളമില്ല. അപ്പോൾ 8ൻ്റെ പണി കിട്ടി. ഒരു അരമണിക്കൂർ നിന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. ദോശയും സാമ്പാറുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ എൻ്റെ ഗസ്റ്റ് വന്നപ്പോൾ ഏകദേശം 9:30 ആയി കേട്ടോ. അങ്ങനെ അവർ വരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ നേരെ വന്നത് മാട്ടുപ്പെട്ടിയിലോട്ടാണ്. അങ്ങനെ മാട്ടുപ്പെട്ടി അവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക്. പാർക്കിങ്ങിന് നമുക്ക് 20 രൂപ കൊടുക്കണം കേട്ടോ, അവിടെ എൻട്രൻസിൽ കയറുന്നതിന്, അവിടെ പാർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ കയറിയപ്പോഴേ പുള്ളി കൈ കാണിച്ചു. അങ്ങനെ 20 രൂപ കൊടുത്തിട്ട് ഞാനവിടെ ചേച്ചിയുടെ കടയിലുണ്ടായിരുന്നു. ചേച്ചിയുടെ കട ചായ കുടിച്ചു. പിന്നെ തലവേദനയ്ക്കുള്ളൊരു മരുന്നാണ് കേട്ടോ ഇത്, മൂക്കടപ്പൊക്കെ മാറും. അങ്ങനെ അതും മേടിച്ച് അവരെ ബോട്ടിങ്ങിനും വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കുതിരയുണ്ട് കേട്ടോ, കുതിര സവാരി നിർത്തും. പിന്നെ ഞങ്ങൾ നേരെ പോയത് എക്കോ പോയിന്റിലേക്കാണ്. അങ്ങനെ എക്കോ പോയിന്റിൽ പോയി വന്നപ്പോഴത്തേന് ഏകദേശം 1 മണിയായി. അപ്പോൾ നേരെ ചെറിയൊരു കടയുണ്ടായിരുന്നു അവിടെ, നേരെ ആഹാരം കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ചോറാണ് പറഞ്ഞത്, വലിയ കറിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ അതേ കിട്ടത്തുള്ളൂ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന ടീ ഫാക്ടറിയിലോട്ടാണ്. അപ്പോൾ അവർക്ക് തേയില വേണമെന്ന് പറഞ്ഞുകൊണ്ട് ടീ ഫാക്ടറി കയറി. 1-2 തേയിലയൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നു. ഇന്നിവിടെ എന്തോ സമരം നടപ്പുണ്ടായിരുന്നു. എനിക്കൊന്ന് തൊഴിലാളികളാണെന്ന് തോന്നുന്നു എന്തോ സമരം. അങ്ങനെ ഇത് ചായ ബസാറാണ് കേട്ടോ, മാട്ടുപ്പെട്ടിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ഇന്ന് കുറച്ച് മേളിലായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് റോസ് ഗാർഡനിലേക്കാണ്. അങ്ങനെ റോസ് ഗാർഡനിൽ അവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ നേരെ പാർക്കിങ്ങിലേക്ക് പോയി. പാർക്കിംഗ് കുറച്ച് മേളിലായിട്ടാണ് വരുന്നത്. അവിടെ ഒരു പമ്പൊക്കെ ഉണ്ട്, വിശാലമായ പാർക്കിങ്ങാണ് കേട്ടോ. റോഡിൽ കിടന്ന പോലീസ് പിടിക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ടിട്ടു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പം അവർ വിളിച്ചു. അപ്പം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പടയപ്പ ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനിയും ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് അവർക്ക് കുറച്ച് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ഇത് ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ, KSRTCയുടെ. അങ്ങനെ മക്കാഫെ വന്നു, ചോക്ലേറ്റ് ഫാക്ടറി അവർ വിസിറ്റ് ചെയ്തു, കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചു. അങ്ങനെ അവർക്ക് സാരിയും മുണ്ടും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സാരിക്കട വന്നു. അങ്ങനെ സാരി മേടിച്ചു, ഒരു മുണ്ട് മേടിച്ചു. പിന്നെ അവർക്ക് കൊണ്ടോ സ്നാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കട വന്നു. അങ്ങനെ സാരിക്കടയിൽ നിന്ന് എനിക്കൊരു മുണ്ട് കിട്ടി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് കയറാൻ നേരത്തെ ഒരുത്തൻ പണി തന്നു. അങ്ങനെ അവരെ ഹോട്ടലിൽ വിട്ടിട്ട് ഇനി നേരെ ഫുഡ് മേടിക്കാൻ, പാഴ്സൽ മേടിക്കാൻ വേണ്ടി പോകണം. അങ്ങനെ ഞങ്ങൾ നടന്നാണ് വന്നത് കേട്ടോ. അത് ആനച്ചാൽ ജംഗ്ഷനിലെ ഒരു അമ്മച്ചിയുടെ കടയാണ്. ഇവിടുത്തെ മുളക് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞാൻ 3 അപ്പവും പറഞ്ഞു, ഒരു ഹാഫ് ബീഫ് ഫ്രൈയും പറഞ്ഞു. അങ്ങനെ നേരെ ഇനി ഹോട്ടലിലേക്ക്. ഹോട്ടലിൽ വന്നു, ഫുഡൊക്കെ തുറന്നു വെച്ചു. ഇവിടെ കാറിൻ്റെ ഡിക്കി തന്നെ വെച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടന്നുറങ്ങണം. ഇനി നാളെ സൈറ്റ് സീയിങ് ആണ് കേട്ടോ.